മക്കളെടാ നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, എളുപ്പമുള്ള ചാപ്റ്ററാണ്, ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണ്. പ്ലസ് 1-ലും പ്ലസ് 2-ലും ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. സോ ശ്രദ്ധിച്ച് പഠിക്കുക. ആ ഒരൊറ്റ ഇക്വേഷനുള്ള ഈ ചാപ്റ്ററിന്റെ പേരാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. പ്രോബബിലിറ്റി എന്നാണ് നമ്മൾ സാധാരണ CBSE-യിലും ICSE-യിലും ഒക്കെ പറയുന്നത്. ജസ്റ്റ് അറിയുക പ്രോബബിലിറ്റി എന്താണ്, സാധ്യത എന്താണ് എന്ന് മാത്രം അറിയുക, അതിന് ഇക്വേഷനും അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ ഭയങ്കര ഈസിയുള്ള ചാപ്റ്ററാണ്. നോക്കൂ, നമ്പർ ഓഫ് ഫേവറബിൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അത്രേ ഉള്ളൂ. എന്താ പ്രോബബിലിറ്റി, സാധ്യത എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഒബ്സർവേഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒബ്സർവേഷന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. മൊത്തം എത്ര ഒബ്സർവേഷൻ ഉണ്ട്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് നോക്കി, ഞാൻ കുറച്ച് പേര് എഴുതുക. ഏതാ? അമീൻ, പിന്നെ ആരാ? ഫിദ, ഫർസാദ്, പിന്നെ റാണ്ടമായിട്ട് ഏതെങ്കിലുമൊക്കെ 2-3 പേര് എഴുതി. ഹാഫിസ്, നബി, ഇങ്ങനെ ഒരു 5 പേര് എഴുതി. മൊത്തം എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 5 പേരുണ്ട് അല്ലെ. ഇതിൽ നിന്ന് F വെച്ച് തുടങ്ങുന്ന ആൾക്കാരുടെ മാത്രം പേര് എഴുതും. ഏതാ? F വെച്ച് തുടങ്ങുന്ന ആൾക്കാരുടെ മാത്രം പേര്. അതാണ് എന്റെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. ഇപ്പൊ F വെച്ച് തുടങ്ങുന്ന എത്ര പേരുണ്ട്? ഇതിനകത്ത് 2 പേര്. ആരൊക്കെ? ഫിദയും ഉണ്ട്, ഫസാദും ഉണ്ട് അല്ലെ. സോ ടോട്ടൽ 5 പേരാണുള്ളത്. എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള 2 ഒബ്സർവേഷൻ, അതായത് F വെച്ച് സ്റ്റാർട്ട് ചെയ്ത 2 പേര് ആരൊക്കെയാ? ഫിദയും ഫസാദും. സോ ഫേവറബിൾ ആയിട്ടുള്ള 2 ഡിവൈഡഡ് ബൈ, അല്ലെ, ഫേവറബിൾ ആയിട്ടുള്ള 2 പേരല്ലേ ഫിദയും ഫസാദും, F വെച്ച് തുടങ്ങുന്നത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ 1 2 3 4 5 5 ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 5. സോ ഇതാണ് പ്രോബബിലിറ്റി P എന്ന് പറയും. സോ പ്രോബബിലിറ്റി P എന്ന് പറഞ്ഞാൽ ആരാ? 2/5 അല്ലെ. അതെന്തുകൊണ്ടാണ് 5 വരാൻ കാരണം? 5 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒബ്സർവേഷൻ 5 എണ്ണം ഉണ്ട്. കണ്ടോ? 1 2 3 4 5. അതിൽ ഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? F വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. F വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? 2 പേര്, ഫിദയും ഫസാദും. സോ 2/5. കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി നമുക്ക് നമ്മുടെ എക്സസൈസിലേക്ക് കിടക്കാം. എക്സസൈസിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. പേജ് നമ്പർ 74-ലും 75-ലും ഉള്ള ആദ്യത്തെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ടെക്സ്റ്റ് എടുക്കുക. എൻ്റെ കൂടെ തന്നെ എന്തെടുക്കുക? ടെക്സ്റ്റ് എടുക്കുക. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. പേജ് നമ്പർ 74. എ ബോക്സ് കണ്ടെയ്നിങ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. അല്ലെ, ഒരു ബോക്സിനകത്ത് എത്രയുണ്ട്? ഒരു ബോക്സിൽ 6 ബ്ലാക്കും 4 വൈറ്റ് ബോൾസും ഉണ്ട്. സോ ഒരു ബോക്സ് ഉണ്ട് അല്ലെ, ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടാ? 6 ബ്ലാക്കും ഉണ്ട്, 4 വൈറ്റ് ബോൾസും ഉണ്ട്. മനസ്സിലായല്ലോ? 6 ബ്ലാക്കും 4 വൈറ്റ് ബോൾസും ഉണ്ട്. എ ബോൾ ഈസ് പിക്ഡ് ഫ്രം ഇറ്റ്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക്? സോ ടോട്ടൽ എത്രയുണ്ട്? 6 4 എത്രയാണ്? 10. ടോട്ടൽ 6 4 10 ആണ്. ടോട്ടൽ 10. എപ്പോഴും ടോട്ടൽ വേണം അല്ലെ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി. മക്കളെ നോക്കി പറയണ, എത്ര ബ്ലാക്ക് ഉണ്ട്? 6 ബ്ലാക്ക് അല്ലെ. സോ 6 ബ്ലാക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 10. സോ 6/10. ഫേവറബിൾ ആയിട്ടുള്ള ബ്ലാക്ക് 6 ഡിവൈഡ് ബൈ ടോട്ടൽ ആരാ? 10. 6/10. ഇത്ര എഴുതിയാലും മതി. ഇനി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, പക്ഷെ കുളവാക്കി വെച്ചേക്കരുത്. എന്താ? സിംപ്ലിഫൈ ആണെങ്കിൽ 6ന്റെ പകുതി ആരാ? 3. 10ന്റെ പകുതി ആരാ? 5. കുഴപ്പമില്ലല്ലോ. സോ 3/5 ഇങ്ങനെ എഴുതാം. നിർബന്ധം ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്തേക്കാം. 6നെയും 10നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആരാ? 2 വെച്ച്. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 3 ആവും, 10 5 ആവും. ഇനി അടുത്ത ചോദ്യം, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞാ മക്കളെ. വൈറ്റ് എത്ര വൈറ്റ് ഉണ്ട് അതിനകത്ത്? 4 വൈറ്റ്. സോ 4 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാ? 10. സോ 4/10 അല്ലെ. വൈറ്റ് പറഞ്ഞാൽ വൈറ്റ് എടുക്കാം, ബ്ലാക്ക് പറഞ്ഞാൽ ബ്ലാക്ക് എടുക്കാം. 4/10 ചെറുതാക്കുമ്പോൾ എത്രയാണ്? 4ന്റെ പകുതി 2, 10ന്റെ പകുതി 5. കുഴപ്പമില്ലല്ലോ. സോ 2/5. മനസ്സിലായല്ലോ? ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ വേറെ ചോദ്യം കൂടെ ചോദിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓറഞ്ച്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓറഞ്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാലോ? ഇതിനകത്ത് ഓറഞ്ച് ഉണ്ടോടാ? ഇല്ല, ഓറഞ്ച് ഇല്ല. ഇതിനകത്ത് ഓറഞ്ച് ഇല്ല, ആകെയുള്ളത് ബ്ലാക്കും വൈറ്റും മാത്രം. സോ ഓറഞ്ച് ഇല്ല. സോ ആൻസർ ഈസ് 0 ഡിവൈഡ് ബൈ ടോട്ടൽ 10. 0നെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്താലും ആൻസർ എത്രയാണ്? 0. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിനകത്ത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 75. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്. എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ് അല്ലെ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ എന്തൊക്കെയുണ്ട് മക്കളെ? 3 റെഡ് ബോളും ഉണ്ട്. റെഡ് ബോൾ അല്ല കേട്ടോ, റെഡ് ബോൾ. സോ 3 റെഡ് ബോളും ഉണ്ട്, 7 ഗ്രീൻ ബോളും ഉണ്ട്, 7 ഗ്രീൻ ബോൾസും ഉണ്ട്. മനസ്സിലായല്ലോ?
കുഴപ്പമില്ലല്ലോ. 3 റെഡും 7 ഗ്രീനും. വേറൊരു ബാഗും ഉണ്ട് കേട്ടോ, വേറൊരു ബാഗ്. ഇതാണ് രണ്ടാമത്തെ ബാഗ്. ആ ബാഗിൽ 8 റെഡാണ്, 8 റെഡും 7 ഗ്രീനും ഉണ്ട്. എത്രയുണ്ടാ? 7 ഗ്രീൻ. മനസ്സിലായാലോ? ആദ്യത്തേൽ 3 റെഡ് ആണെങ്കിൽ അടുത്തതിൽ 8 റെഡ്. ഇവിടെ 7 ഗ്രീൻ ആണെങ്കിൽ അവിടെ എന്താ? 7 ഗ്രീൻ. രണ്ടിടത്തും ഗ്രീനിന്റെ മാറ്റമില്ല കേട്ടോ. 7 ഗ്രീൻ 7 ഗ്രീൻ. ഈ ചോദ്യം, ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? ഇത് ടോട്ടൽ പറയാം. 3 7 കൂടെ കൂട്ടി എത്രയാ? 10 എണ്ണം. 8 7 കൂടെ കൂട്ടി എത്രയാ? 15 എണ്ണം. ആദ്യത്തെ ചോദ്യം, ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദ ബാഗ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? അല്ലെ, ഒന്നാമത്തേനകത്ത് നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് red from bag 1. എടാ, ഒന്നാമത്തെ ബാഗിൽ നിന്ന് ചോദ്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ബാഗിൽ നിന്ന് കാര്യം ചോദിച്ചിരിക്കും. അപ്പൊ ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എത്ര റെഡ് ഉണ്ട്? 3 എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 10. സോ 3/10. കുഴപ്പമില്ലല്ലോ. യെസ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ബാഗ് 1 എന്ന് ചോദിച്ചാൽ എന്താ? ഒന്നാമത്തെ ബാഗിൽ നിന്ന് എടുക്കാനുള്ളത്. സോ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 10. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഫ്രം ബാഗ് 2 അല്ലെ. സോ ചോദ്യം ഇതാണ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ബാഗ് 2. രണ്ടാമത്തെ ബാഗിൽ നിന്ന് എടുക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? രണ്ടാമത്തെ ബാഗിൽ ഇതല്ല 8 അല്ലെ. സോ രണ്ടാമത്തേനകത്ത് 8 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 15 അല്ലെ. 8 റെഡ് കേട്ടോ, 8 റെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ 15. ഇവിടെ 3 എണ്ണം ഡിവൈഡ് ബൈ 10 അല്ലെ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കി, the balls in both the bags are put together in single bag. If a ball is drawn from this, what's the probability that it is red? ഇനി എന്ത് ചെയ്തു ഇവര് മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടെണ്ണം കൂടെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരൊറ്റ ബാഗിലാക്കി. ഈ 2 ബാഗും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരൊറ്റ ബാഗിലാക്കി. ഒറ്റ ബാഗിലാക്കുമ്പോൾ എത്ര റെഡ് വരണം? ഇവിടെ 3ഉം ഇവിടെ 8ഉം. അപ്പൊ 3 8 കൂടെ കൂട്ടി എത്രയാ? 11 റെഡ് അല്ലേ? ഇവിടെ 3 റെഡ്, ഇവിടെ 8 റെഡ്. 3 8 കൂടെ കൂട്ടി എത്രയാ? 11 റെഡ്. ഇവിടെയോ 7 ഗ്രീനും 7 ഗ്രീൻ. രണ്ടിടത്ത് 7 വെച്ചിട്ടാ. അപ്പൊ 7 7 എത്രയാ? 14 അല്ലെ. 14 ഗ്രീൻ. അപ്പൊ ടോട്ടൽ എത്രയായി? 14 11 കൂടെ കൂട്ടി എത്രയാ? 25. സോ ടോട്ടൽ എത്രയാടാ? 25. ഇനി റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി ആണ് ചോദ്യം. ഇനി റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി. ആദ്യം ഇവിടെ 3 റെഡ്, ഇവിടെ 8 റെഡ്. ടോട്ടൽ 11 7 ഗ്രീൻ 7 ഗ്രീൻ 7 7 14 ഗ്രീൻ. സോ ടോട്ടൽ ഈ ഗ്രീൻ എടുക്കാനുള്ള പ്രോബിലിറ്റി, അതായത് രണ്ടും കൂടെ ഒരെണ്ണത്തിൽ ഇട്ടിട്ട് ഇവിടുന്നോ എടുക്കാനുള്ള രണ്ടും കൂടെ ഒരു ബാഗിൽ ഇട്ടിട്ട് അവിടുന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ ആയിരിക്കടാ പറഞ്ഞേ എത്രയായിരിക്കും? ഇപ്പൊ ഇവിടെ എത്ര റെഡ് ഉണ്ട്? 11 റെഡ് അല്ലേ. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ചോദിച്ചാൽ എത്രയാണ്? 11 റെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാ? 25. കുഴപ്പമില്ലല്ലോ. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ആദ്യത്തേനകത്ത് റെഡ് എടുക്കുന്നത് 3/10, രണ്ടാമത്തേൽ നിന്നാണെങ്കിൽ 8/15. രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ 11 14 ഗ്രീൻ. സോ ടോട്ടൽ 25 ആണ്. അതിൽ 11/25. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സസൈസ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കണം മക്കളെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബീഡ്സ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ്. ഒരു ബാഗില് അല്ലെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ബാഗിൽ എന്താ പ്രത്യേകത? 3 റെഡ് ബീഡ്സ് ഉണ്ട്. ബീഡ്സ് എന്ന് പറഞ്ഞാൽ മുത്താണ്. 7 ഗ്രീനും ഉണ്ട്. കുഴപ്പമില്ലല്ലോ. 3 റെഡും 7 ഗ്രീനും. മനസ്സിലായല്ലോ? അനദർ ബാഗ് കണ്ടെയ്ൻസ്, വേറൊരു ബാഗിലോ 1 more of each. ഒന്ന് കൂടുതലായിട്ട്, ഇതിനെക്കാട്ടി ഒന്ന് കൂടുതൽ കേട്ടോ. അനദർ ബാഗ് കണ്ടെയ്ൻസ് 1 more of each. ഒന്ന് കൂടുതൽ. അപ്പൊ 3 റെഡ് ആണെങ്കിൽ ഒന്ന് കൂടുതൽ എന്ന് പറയുന്നത് എന്താ? 4 റെഡ്. 7 ഗ്രീൻ ആണെങ്കിൽ ഒന്ന് കൂടുതൽ ആരാ? 8 ഗ്രീൻ. മനസ്സിലായോ? 3 റെഡ് ആയിരുന്നു, 3-നകത്തോടെ 1 കൂട്ടുമ്പോൾ 4 ആവും. 7 ഗ്രീൻ ആണ്, 1 കൂട്ടുമ്പോൾ 8. ഇനി ചോദിച്ചത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ. ഏതിനകത്ത് റെഡ് എടുക്കുന്ന പ്രോബിലിറ്റി ആണ് കൂടുതൽ എന്നാണ് ചോദ്യം. ഏതിനകത്ത് റെഡ് എടുക്കുന്ന പ്രോബിലിറ്റി ആണ് കൂടുതൽ. അപ്പൊ നമുക്ക് നോക്കാം. 3 7 കൂട്ടി എത്രയാണ്? 10 ആണ്. 4 8 കൂട്ടി എത്രയാണ്? 12 ആണ്. സിമ്പിൾ അല്ലേ? 3 7 കൂട്ടിയ 10, 4 8 കൂട്ടി എത്രയാണ്? 12. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ്, ഇത് പി ആണ്, റെഡ് ആണ് അല്ലെ, പ്രോബിലിറ്റി ആണ് ഫ്രം ബാഗ് 1. ഒന്നാമത്തേൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി പറഞ്ഞേ 3 ഡിവൈഡഡ് ബൈ 10 അല്ലെ, 3/10. 7 ഒന്ന് എഴുതി വെച്ചേക്കല്ലേ, 10 ടോട്ടൽ ആണ്. രണ്ടാമത്തേൽ നിന്ന് റെഡ് കിട്ടാണല്ലോ, റെഡ് ഫ്രം ബാഗ് 2 പറഞ്ഞേ. രണ്ടാമത്തേൽ നിന്ന് റെഡ് കിട്ടാണെന്ന് പറയുമ്പോൾ 4 റെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 12. ഇതിലേതാണ് വലിയ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? 3/10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ 0.3 എത്രയാ അല്ലെ? ഒരു പോയിന്റ് മാറ്റി കുത്തിട്ടാ പോരെ. 3 ഇട്ടിട്ട് ഒരു പോയിന്റ് മാറ്റി കുത്തുക, 0.3. ഇനി ഇവിടെ നോക്കി, 3 എന്ന് പറയുമ്പോൾ 3 0 ആണ്. 4/12 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കി, 4നെ 12 വെച്ച് ഡിവൈഡ് ചെയ്യാം, പറ്റത്തില്ല. 0 ഇടുമ്പോൾ ഇത്ര വരും, പോയിന്റ് വരും. 12 3s are 36 കേട്ടോ.
പിന്നെയും 4 വരും. 40ക്കകത്ത് എത്രയാ 3 ടൈംസ്. എഗൈൻ ഇങ്ങനെ തന്നെ എങ്ങനെ പോവാ. ഇത് 0.333 0.333 കണ്ടോ. ഏതാണ് വലുത്? ഇത് 30, ഇതാരാ 33 അല്ലേ. 0.30 ഇത് 0.33. ഇത് അല്ലാതെയും ചെയ്യാൻ കേട്ടോ. രണ്ടിന്റെ ഒരേ ഡിനോമിനേറ്റർ ഒക്കെ ആക്കി അതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാ വലുത്? ഇതാണ് വലുത്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ബാക്ക് 2 is greater. So probability of getting red from back 2 is greater. എവിടുന്നാ റെഡ് ഇട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതൽ? എവിടുന്നാ? ബാക്ക് 2. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. സിമ്പിൾ എക്സസൈസ് ആണ്. എനിക്ക് ഒന്ന് മനസ്സിലാകാൻ തരുന്നു. സോ നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് പോവാം.